എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും നല്ലൊരു മുട്ട ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കർണാടക സ്റ്റൈലിലാണ് ഞാൻ ഈ ബിരിയാണി റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, 4-5 പച്ചമുളകും, പിന്നെ ഇതിലേക്ക് ഗരം മസാല ആയിട്ട് എടുക്കുന്നത് 4-5 കുരുമുളക്, പെരിഞ്ചീരകം, ഗ്രാമ്പു, പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയും പുതിനയിലയും കൂടെയാണ്. എന്നിട്ട് ഇത് നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ആക്കി മാറ്റാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കടായിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. മുട്ട നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഇതേ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത് തന്നെ. എന്നിട്ട് ബാക്കിയുള്ള ആ എണ്ണയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അല്പം ഗരം മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് 2 സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവോള എല്ലാം നല്ലതുപോലെ വഴണ്ട് ഈ ഒരു രീതിയായി വരുമ്പോഴത്തേക്കും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് ഈ ഒരു രീതി ആയി വരുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നതായ ആ മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം സമയം ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറുന്നത് വരെ നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിതെല്ലാം പച്ചയ്ക്കാണ് അരച്ചത്, അറിയാലോ. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ അല്പം ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളി ഇല്ലാത്തത് നോക്കി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണങ്ങളെല്ലാം മാറി ഈ ഒരു രീതിയായി വരുമ്പോഴത്തേക്കും ഈ ഒരു പാത്രത്തിൽ കണക്കാക്കിയാണ് ഞാൻ റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1.5 ബൗൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മുടെ അരി വേവുന്നതിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് നല്ല രീതിക്ക് തിളയ്ക്കുന്നതിനായിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ബൗളിലാണ് റൈസ് എടുത്തിരിക്കുന്നതെന്ന്. ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ വെട്ടിത്തിളയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒന്ന് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ വെള്ളം ഇനിയും ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇതൊന്ന് അല്പം ഒന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളവും നമ്മുടെ ഈ റൈസും എല്ലാം സമം രീതിയിൽ വരും. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ദം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിത് റൈസും നമ്മുടെ വെള്ളവും എല്ലാം സെറ്റായി വന്നിരിക്കുന്നത്. ഇനി സ്പൂൺ വെച്ച് ഇതുപോലെ റൈസ് ഒന്ന് നമുക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതായ മുട്ട ഓരോന്നോരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 മുട്ടയായിരുന്നല്ലോ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. 6 മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ദം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഗ്യാസിൽ കൊടുക്കാതെ ഇതുപോലെ നമ്മളൊരു പഴയ തവ നോക്കി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഈ റൈസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ അരിയൊന്നും പെട്ടെന്ന് എന്താ പറയുക കരിഞ്ഞു പോകത്തൊന്നുമില്ല. നല്ല രീതിക്ക് ഇത് സെറ്റായി കിട്ടും. അങ്ങനെ ഒരു 20 മിനിറ്റ് ഞാൻ ദം ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു മുട്ട ബിരിയാണി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയിൽ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.